നമസ്കാരം. ചെറിയ കൊട്ട് മതിയുടെ സിംബാബ്വെ അല്ലേ, ചെറിയ കൊട്ട് മതി. അപ്പോ അങ്ങനെ രണ്ടാമത്തെ T20യിൽ 100 റൺസിന്റെ കൂറ്റൻ വിജയം ആർക്ക്? ഇന്ത്യക്ക്. വേൾഡ് ചാമ്പ്യന്മാരായ ഇന്ത്യയെ കഴിഞ്ഞ കളിയിൽ തോൽപ്പിച്ച അഹങ്കാരമൊക്കെ പറയുന്ന സിംബാബ്വെക്ക് ഉണ്ടായിരുന്നു. ഇന്ന് അതെല്ലാം 8 മടക്കി പോക്കറ്റ് വെച്ചോളം പറഞ്ഞു ഇന്ത്യ. മതി, ഇതൊക്കെ തന്നെയാണ്. അന്ന് നിനക്കൊക്കെ ഇന്നലെ പോട്ട്, നിനക്കൊക്കെ ഒരു ചെറിയൊരു സാധനം കിട്ടിയെന്ന് പോട്ട്, നിങ്ങൾ കുറച്ചു നേരം ഒന്ന് അഹങ്കരിച്ചോ എന്ന് പറഞ്ഞുകൊണ്ട് ഇട്ടുന്നതാണ്. ഇന്ന് തന്റെ വിശ്വരൂപം പുറത്തെടുത്തു ആര്? ഇന്ത്യ. ഇന്ത്യ ബി ടീം ആണെന്ന് ഓർക്കണം. 234 എന്ന് പറയുന്ന കുറ്റൻ സ്കോർ അടിച്ചു വെച്ചു. അഭിഷേക് ശർമ്മ പുതിയ താരോദയം, മനസ്സിലായോ? എത്ര? 100 റൺസ് അടിച്ചു അഭിഷേക് ശർമ്മ. അതുപോലെ തന്നെ റിങ്കു സിംഗ് 48 റൺസും, പിന്നെ മറ്റാരുമല്ല നമ്മുടെ ഗെയ്ക്വാഡ് 77 റൺസ്. എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ 77 റൺസ് നോക്കാം നമുക്ക്, മനസ്സിലായോ? 77 റൺസാണ് റിങ്കു സിംഗ് അടിച്ചു കൂട്ടിയത്. അങ്ങനെ 234 റൺസ്, വെറും 2 വിക്കറ്റ് നഷ്ടത്തിൽ 234 റൺസ് തലങ്ങും വിലങ്ങും ആടിയും. അഭിഷേക് ശർമ്മയൊക്കെ ചുമ്മാ ഡെയിലി ഹാട്രിക് 6 ഒക്കെ അടിക്കുന്നുണ്ട്. എറിയുന്നു അടിക്കുന്നു. തുടക്കം തന്നെ നമുക്ക് ആരെ നഷ്ടപ്പെട്ടു? നമുക്ക് നമ്മുടെ ക്യാപ്റ്റനായ ശുഭ്മാൻ ഗില്ലിനെ നഷ്ടപ്പെട്ടു. 2 റൺസ് മാത്രമേ ശുഭ്മാൻ ഗില്ല് എടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ, നഷ്ടപ്പെട്ടു. അതിനുശേഷം വന്ന അഭിഷേക് ശർമ്മ കഴിഞ്ഞ കളി ഡക്കായിരുന്നു, മനസ്സിലായത്? ഞാൻ ഫസ്റ്റ് കളി ഞാൻ പറഞ്ഞായിരുന്നു ഇവനെ ശ്രദ്ധിച്ചോണം, എൻ്റെ ക്യാപ്റ്റൻ ആയിരുന്നു അതിൽ, ഇവനെ ശ്രദ്ധിച്ചോണം, എന്താണ് ഇവനാണ് ഇതിൽ സ്റ്റാർ ആവാൻ പോകുന്നതെന്ന്. 47 പന്തുകൾ മാത്രം നേരിട്ട് കൊണ്ട് 100 റൺസ് അടിച്ചിട്ടുണ്ട്. 8 സിക്സുകൾ, പടുകൂട്ടൻ 8 സിക്സ്, ഒന്നിട്ട് പിന്നീട് ചാൻസ് ഒക്കെ കിട്ടിയിട്ടുണ്ടെങ്കിലും അതൊക്കെ ക്രിക്കറ്റിലുള്ളത് തന്നെയാണ്. 8 സിക്സുകളും 7 ഫോറുകളും പറത്തിക്കൊണ്ട് അഭിഷേക് ശർമ്മ ടോപ്പ് സ്കോററായി. അതിനോടൊപ്പം മെല്ലപ്പോക്കായിരുന്നു ആദ്യം തൊട്ട് നമ്മുടെ ഋതുരാജ് ഗെയ്ക്വാഡ്. എങ്കിലും അവസാന സമയങ്ങളിൽ കത്തിക്കയറി 47 ബോളിൽ നിന്ന് 77 റൺസ് അടിച്ചു. വെറും ഒരു 6 അടിച്ചിട്ടുള്ളൂ എങ്കിലും 11 ഫോറുകളാണ് ഋതുരാജ് ഗെയ്ക്വാഡിന്റെ ബാറ്റിൽ നിന്ന് പിറന്നത്. പിന്നെ വന്ന സ്ഥാനക്കയറ്റം കയറി വന്ന ഫിനിഷറായ നമ്മുടെ റിങ്കു സിംഗ് എന്ത് ചെയ്തു? വെറും 22 ബോളുകൾ നേരിട്ട് കൊണ്ട് 48 റൺസും 5 സിക്സുകളും. എന്തോ റിങ്കു സിംഗ് അടിച്ച 6 പോയ കണ്ടാടേ, 1.5 സിക്സ് ആയിരുന്നു, മനസ്സിലായോ? അങ്ങനെ 234 റൺസ് ഇന്ത്യ അടിച്ചു. മറുപടി ബാറ്റിങ്ങിന് ഇറങ്ങിയ സിംബാബ്വെ വെറും 134 റൺസിന് 18.4 ഓവർ എറിഞ്ഞപ്പോൾ 134 റൺസിന് എല്ലാവരും ഔട്ടായി. എന്ത്? പവലിയനിലേക്ക് പോയി, മനസ്സിലായി? എല്ലാവരും ഔട്ടായി പോയി. അവരുടെ ടോപ്പ് സ്കോർ എന്ന് പറയുന്നത് 43 റൺസ് അടിച്ച വെസ്ലി മതവേര, എന്തൊക്കെ പേരുടെ ഇത്, അവനാണ് അവരുടെ ടോപ്പ് സ്കോറർ. 39 ബോളിൽ നിന്ന് 43 റൺസ് അടിച്ചു. പിന്നെ വലുതായിട്ട് ആരും കളിച്ചിട്ടൊന്നുമില്ല, മനസ്സിലായോ? പടപട അവർ വീണു. വിക്കറ്റുകൾ ആര് തള്ളിയിട്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഇന്ത്യൻ നിരയിൽ മുകേഷ് കുമാറും പിന്നീട് ആവേശ് ഖാനും 3 വിക്കറ്റ് വീതം തള്ളിയിട്ടു. മുകേഷ് കുമാറിന് നല്ലൊരു അടി കിട്ടി. 10 റൺസ് വരെ വിട്ടുകൊടുത്തിട്ടുണ്ട്. 37 റൺസ് വിട്ടുകൊടുത്തുകൊണ്ടാണ് 3 വിക്കറ്റ് തള്ളിയിട്ടതെങ്കിൽ പിന്നെ ആവേശ് ഖാന് വെറും 15 റൺസ് വിട്ടുകൊടുത്തുകൊണ്ടാണ് 3 വിക്കറ്റുകൾ തള്ളിയിട്ടത്. അതുപോലെ തന്നെ എന്നത്തെയും പോലെ നമ്മുടെ രവി ബിഷ്ണോയി 2 വിക്കറ്റുകൾ എടുത്തു. വെറും 11 റൺസുകളാണ് വിട്ടുകൊടുത്തത്. ആര്? രവി ബിഷ്ണോയി. അപ്പോൾ അങ്ങനെ ഈ പറയുന്ന സിംബാബ്വെയുടെ കട്ടയും പടവും മടക്കിക്കൊണ്ട് സിംബാബ്വെയെ 8 നിലയിൽ പൊട്ടിച്ചുകൊണ്ട് ഇന്ത്യ രണ്ടാമത്തെ T20 നേടിയിരിക്കുന്നു. 100 റൺസിന്റെ കുറ്റൻ വിജയമാണ് നേടിയിരിക്കുന്നത്. ഇനി 3 പേര് വന്നിട്ടുണ്ട്. സഞ്ജു സാംസണൊക്കെ അവിടെ വന്നിട്ടുണ്ട്. അടുത്ത നാളെയും മറ്റന്നാളും കളിയില്ല, അതിന്റെ അടുത്ത ദിവസമാണ് കളി. അപ്പൊ അതിൽ ആരെയൊക്കെ മാറ്റും എന്നുള്ളത് നമുക്ക് കണ്ടു തന്നെ അറിയാം. ഈ പറയുന്ന അഭിഷേക് ശർമ്മയെ മാറ്റാതിരിക്കുന്നതാണ് ബെറ്റർ. അവന് ഇനിയും ചാൻസ്, ഈ ടൂർണമെന്റിൽ ഉടനീളം ചാൻസ് കൊടുത്ത് അവനെ കൊണ്ടുവരിക എന്നുള്ളതാണ് എൻ്റെ ആഗ്രഹം. അതല്ലാതെ മറ്റേ ഓപ്പണർ വരുമ്പോൾ ഇവനെ മാറ്റിക്കൊണ്ട് മറ്റവനെ എടുക്കുന്നതിലൂടെ എനിക്ക് വലിയ താല്പര്യമില്ല എന്നുള്ളതാണ്. അപ്പൊ എന്തായാലും നമ്മൾ ശുഭം ഗില്ലിനെ മാറ്റത്തില്ല. ശുഭം ഗില്ല് ഓപ്പണർ തന്നെയാണ്. പിന്നെ വരുന്ന കീപ്പർ അറിയാലോ, എന്തായാലും സഞ്ജു സാംസൺ തന്നെ ആയിരിക്കും. തിരിച്ചു വരുമ്പോൾ സഞ്ജു സാംസൺ വരുന്നുണ്ട്. ഈ പറയുന്ന ഈ 3 പേര് തിരിച്ച് വരുമ്പോൾ, ശിവൻ ഡുബൈയൊക്കെ തിരിച്ചു വരുമ്പോൾ ഇന്ത്യ വീണ്ടും ശക്തമായിക്കൊണ്ടിരിക്കുകയാണ്. ഇനി ഈ ഒരു ബി ടീമിലൂടെ തന്നെ നിങ്ങൾക്ക് പിടിച്ചു നിൽക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ ഇനി 8 നിലയിൽ പൊട്ടും. ഇതൊന്നും അല്ല. ഞാൻ സത്യം പറഞ്ഞാൽ 150 റൺസൊക്കെയാണ് അവരുടെ പ്രൊഡിക്ഷൻ ആയിരുന്നത്. തുടക്കം പ്രൊഡിക്ഷൻ സ്കോർ 150 റൺസൊക്കെ ആയിരുന്നു. പക്ഷെ അടിച്ചടിച്ച് അവസാനമായപ്പോൾ ഈ പറയുന്ന അഭിഷേക് ശർമ്മയുടെ പിന്നെ ഒരു മാരക വിശ്വരൂപം പുറത്തെടുത്തു കഴിഞ്ഞപ്പോൾ പിന്നെ ബൗണ്ടറികൾ മഴയായിട്ട് ഇങ്ങനെ പെയ്തുകൊണ്ടേ ഇറങ്ങി. സിക്സറുകളുടെയും ഫോറുകളുടെയും ഒരു ചാകര തന്നെയായിരുന്നു. പിന്നീട് അതിനുശേഷം 100 റൺസ് അടിച്ച് അഭിഷേക് ശർമ്മ പുറത്താവുമ്പോൾ അതിനുശേഷം വന്ന റിങ്കു സിംഗ് ഒട്ടും കുറച്ചില്ല. വന്നുടനെ അടി റിങ്കു സിംഗ് ഒരു അടി അടിച്ച പോയോണ്ട് ലോങ്ങുകളിൽ കിടിലം ഇതായിരുന്നു. അപ്പൊ എന്തായാലും
5 പിന്നെ T20 പരമ്പരകളിൽ 1-1 ഇന്ത്യ അങ്ങനെ സമനില പിന്നീട് ആയിട്ടുണ്ട്. ഇനി അങ്ങോട്ടുള്ള 3 കളിയിലും ഇന്ത്യ തൂത്തുവാരുമെന്ന് തന്നെയാണ് നമുക്ക് കരുതാം. ആദ്യത്തെ ഇന്നലത്തെ ഒരു തോൽവി നമുക്ക് മറക്കാം. അതിനൊക്കെ പരിഹാരമായിട്ട്, അതിനൊക്കെ ചുട്ട മറുപടിയായിട്ട് ഇന്ന് ഇന്ത്യ ഒരു വലിയ കൂറ്റൻ സ്കോറിൽ അടിച്ചു കൂട്ടുകയും 100 റൺസിന്റെ കൂറ്റൻ വിജയം സ്വന്തമാക്കുകയും ചെയ്തു. മനസ്സിലായി? ഇതാണ് ഇന്ത്യൻ ചാമ്പ്യന്മാരെ പോലെ ഇന്ന് കളിച്ചു എന്ന് തന്നെ പറയാം, അല്ലേ? അക്ഷരാർത്ഥത്തിൽ ചാമ്പ്യന്മാരെ പോലെ കളിച്ചു ഇന്ത്യ ഇന്ന് നേടി. നമുക്ക് വീണ്ടും കാണാം. ജയ് ഹിന്ദ്.